ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അനുമോൾ അനുമോൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ആറിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. എന്തിനാ വെറുതെ പി ആർ? പണച്ചെലവുള്ള കാര്യമല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അനുമോൾക്ക് പി ആർ ഇല്ല എന്നൊന്നല്ല. ഒബ്വിയസ്ലി പി ആർ ഒക്കെ ഉണ്ടാവും. അത് അനുമോൾക്ക് മാത്രമല്ല, അവിടെയുള്ള പല കണ്ടസ്റ്റൻസിനും ഉണ്ടാവും. ബട്ട് അനുമോൾക്ക് പി ആറിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ആ ഹൗസിന്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസ് അനുമോൾക്ക് വേണ്ടിയിട്ട് പി ആർ പണി ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഓൾറെഡി വോട്ടും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. അത് കുറച്ചും കൂടി കൂടാൻ സഹായിക്കും. അതൊരു റിയാലിറ്റി ആണ് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാട്ടോ. നോ ഇഷ്യൂസ്. ഞാൻ എന്റെ ഈ ചാനലിന്റെ അത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആരോടും അന്ധമായ ആരാധനയും അല്ലെങ്കിൽ അന്ധമായിട്ട് ആരോടും വെറുപ്പുമില്ല. ഇതിവിടെ തുറന്ന് തുടക്കം തന്നെ പറയാൻ കാരണം, നമ്മൾ ചില വീഡിയോസിന്റെ അകത്തൊക്കെ ചെറുതായിട്ടൊന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നിങ്ങൾ നോക്കണം, ആ, പല വീഡിയോസിലും കൃത്യമായിട്ട് അനുമോളെ വിമർശിച്ചിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്ത ആൾക്കാര് ചിലപ്പോ അനുമോളെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വീഡിയോ കാണുമ്പോൾ വന്ന് പറയാൻ സാധ്യതയുണ്ട്, നിനക്ക് നാണല്ലേ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ? നിനക്ക് നാണല്ലേ അനുമോളെ ഇങ്ങനെ ന്യായീകരിക്കാൻ, വെള്ളപൂശാൻ? നീയും 16 ലക്ഷത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ ചോദ്യം വരാം. അവർക്കുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഓക്കെ ഓക്കെ, അനുമോള് അനുമോള് പെർഫെക്റ്റ് ഒന്നുമല്ല, 100%. ഒരുപാട് തെറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആള് തന്നെയാണ്. നാവ് സൂക്ഷിക്കണം, പല ആലിഗേഷൻസും വരുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നാവിന്ന് വരുന്ന പല പല വാക്കുകളും സൂക്ഷിക്കണം. ഒരുപാട് തെറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ട്. നമ്മൾ അതിനെയൊക്കെ വിമർശിക്കുകയും ചെയ്യണം. ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവരെ പല കാര്യത്തിലും വിമർശിക്കുന്നുണ്ട് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അവരെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് വിടാനൊന്നും പറ്റില്ല. മനസ്സിലായോ? അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പരിധി വിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോ നമ്മൾ അത് കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതും ചൂണ്ടിക്കാണിക്കണം. അതല്ലേ നിലപാട് എന്ന് പറയുന്നത്. അതല്ലേ നിലപാട്. അതാ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പിസോഡ് ലൈവും പരിപാടിയൊക്കെ കാണുന്നു. നമുക്ക് ആരോടും അന്ധമായ ആരാധനയില്ല അല്ലെങ്കിൽ വെറുപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇന്ന വിഷയത്തിൽ ഒരു ന്യായമുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവരെ വിമർശിക്കണം എന്നുണ്ട്, നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് പറയും. അല്ലാതെ ഈ അന്ധമായ ആരാധനയും അന്ധമായ വെറുപ്പും ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാ കാര്യത്തിനും ന്യായീകരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമുക്ക് ഇവരെ വെറുപ്പോടുകൂടി കണ്ട് വിമർശിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ പരിപാടിക്ക് എന്നെ കിട്ടൂല. ശരിക്കും പറഞ്ഞാൽ അനുമോളോട് വെറുപ്പ് മാത്രം വെച്ചിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പരിധി വിട്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിലപാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. ഇപ്പോ നെവിനൊക്കെ എന്ത് കാണിച്ചു കൂട്ടലാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നെവിന്റെ പോക്ക് അത്ര ശരിയല്ല. നെവിൻ ഓക്കെ കളിച്ചോട്ടെ, എല്ലാരും ഗെയിം കളിക്കാൻ തന്നെ വന്നിരിക്കുന്നവരാണ്. അനുമോളെ ടാർഗറ്റ് ചെയ്തോട്ടെ, എത്ര വേണമെങ്കിലും ടാർഗറ്റ് ചെയ്തോട്ടെ, ഗെയിം കളിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ, എന്താണ് പറയാ, എന്തോ കാണിച്ചോട്ടെ. പക്ഷേ അത് ഒരു പരിധി വിടുമ്പോ ഗെയിം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ബുള്ളിങ് ആയി മാറുകയാണ്. അത് മാറുന്നുണ്ട്. ബുള്ളിങ് ആണ്, ഹരാസ്മെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഹരാസ്മെന്റ് ആണ്. അത് അനുമോളേനെ വെറുക്കുന്ന ആൾക്കാർ എന്താ ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതിനെ എന്താണ് ഹരാസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിച്ചിട്ട് വന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്നതാണ്. നെവിൻ കാണിക്കുന്നത് പെർഫെക്റ്റ് ആണോ? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ? അവൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണോ? പരിധി വിടുന്നില്ലേ? പരിധി വിടുന്നുണ്ട്. ഗെയിം എന്നൊക്കെ പോയി, ഷോ എന്നുള്ളതൊക്കെ പോയി, കണ്ടസ്റ്റന്റ് എന്നുള്ളതൊക്കെ പോയി, ഒരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് പോയിട്ട് ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ആ ഗ്രഡ്ജ് കൂടി വരികയാണ്. ആ ഗ്രഡ്ജിന്റെ പേരിലുള്ള ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടുകൾ നെവിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വൾഗറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റിയാലിറ്റിയെ മറച്ചു വെക്കരുത്. അനുമോളോടുള്ള വിരോധം കാരണം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ എപ്പിസോഡ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെങ്ങാതി എന്താ കാട്ടിയത്? ഓക്കെ,
അനുമോൾ ഉറങ്ങിക്കിടക്ക് പോലും ആയിരുന്നില്ല, അവിടെ കിടക്കുകയായിരുന്നു. ഏ കിടക്കുന്ന സമയത്ത് എന്തിനാണ് ഈ പോയിട്ട് വെള്ളം തളിക്കേണ്ട കാര്യം പോയിട്ട്? അതൊരു അനാവശ്യമായ കാര്യമാണ്. അങ്ങോട്ട് കയറി കാണിക്കലാണ് വെള്ളം തിളപ്പിച്ച്. അനുമോളും തിരിച്ച് വെള്ളം ആക്കി. ഓക്കെ, അതോടുകൂടി പരിപാടി വിടണ്ടേ? അവിടെ പരിപാടി വിട്ടില്ല. അപ്പൊ നെവിൻ എന്ത് ചെയ്തു? നെവിൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വന്നിട്ട് അങ്ങനെ ഇവരുടെ ബെഡില് കമത്തി വിട്ടു. അതെന്ത് തരം പരിപാടിയാണ്? എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല മാൻ. അല്ലെങ്കിൽ ആ ആക്ടിനെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇരുന്ന് ന്യായീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്ന കേട്ടോ. അതെങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും? അത് എന്തൊരു തരം ആക്ട് ആണത്? അതൊരു കൈൻഡ് ഓഫ് ബുള്ളിങ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഹരാസ്മെന്റ് അല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോഴും അനുമോൾ തിരിച്ച് പ്രതികരിക്കുന്ന സമയത്ത് നാവിന്ന് വരുന്ന കുറെ സാധനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. ഈ ആണ് പെണ്ണ് എന്നൊക്കെ ഉള്ള ടേംസ് ഉപയോഗിക്കുക, അതൊക്കെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ വിമർശിക്കുന്നു, തെറ്റ് തന്നെയാണ്. അനുമോൾ ഇസ് റോങ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക വെർബൽ തിങ്സ്. അവർ ചെയ്യുന്നതിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ അതൊക്കെ വിമർശനാത്മകമായിട്ട് തന്നെ പറയുന്നു, തെറ്റ് 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 എന്ന്. ഇതിനു മുമ്പും അനുമോളുടെ വാഴ്ന്നു വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ നെവിന്റെ ആക്ട് നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലുള്ള ആക്ടാണ്. പരിധി വിട്ട് പോകുന്നു. അത് ഗെയിമായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ആളുകൾക്ക്, അത് ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ അത് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കണം, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. പക്ഷേ ആസ് ആൻ ഓഡിയൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല, എന്റർടൈൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പരിധി വിട്ട് അത് ബുള്ളിങ്ങും ഹരാസ്മെന്റുമായിട്ട് തോന്നുകയും ഇറിറ്റേഷൻ ആയിട്ടും തോന്നുകയാണ് ചെയ്തത്. ഇപ്പൊ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അനുമോളുടെ ഭാഗത്തുനിന്ന് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നെവിൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയെ നമുക്ക് വെറും അയ്യടാ ചുട്ട കുട്ട എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് ഹയർ ലെവലിൽ തന്നെ നിൽക്കുന്ന കാര്യമാണ്. മറ്റേ ലാസ്റ്റ് ടൈം എന്താണ് ആ ഫുഡിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുമോൾ മറ്റേ അക്ബറിനും ആരിനും വിഷ്ണു എന്നൊക്കെ പറഞ്ഞപ്പോ പോയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഉണ്ടാക്കി കഴിഞ്ഞ് വന്നതിന് ശേഷം നെവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് നെവിൻ അവിടെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയൊരു രീതിയുണ്ട്. ഇങ്ങനെ 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 അടുത്തേക്ക് ഇങ്ങനെ പോവാണ്, നിലവിളിച്ച് ഇങ്ങനെ പോവാണ്. ഓക്കെ, അവിടെ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഷാനവാസാണ് അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്നത് കിച്ചന്റെ. ചോദിക്കണമായിരുന്നു, ചോദിച്ചില്ല. അനുമോളുടെ കാര്യം നോക്കിയിട്ടിരിക്കണമായിരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്ക് ആണ്. പക്ഷെ അവിടെ നെവിന്റെ ഭാഗത്തുനിന്ന് ഒരു മര്യാദയില്ലാത്ത, കൾച്ചറില്ലാത്ത ലെവലിലുള്ള ഒരു റിയാക്ഷനാണ് ആക്ച്വലി അന്ന് ഉണ്ടായിരുന്നത്. ചാട്ടിക്കേറി തുള്ളി പോയി ഒരുമാതിരി ഒരു റെസ്ലെസ് ആയിട്ട് ഒരു ഇൻസെക്യൂർഡ് ആക്കുന്ന ലെവലിലാണ് മൂപ്പര് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം കയ്യിലിരിക്കുന്ന ഭക്ഷണം തട്ടിപ്പോവാൻ കാരണമായതും നെവിൻ കാരണമാണ്. പക്ഷെ അതും അനുമോളുടെ മണ്ടയിൽ വന്നിരുന്നു ആക്ച്വലി. അപ്പൊ താഴെ വീണ ഭക്ഷണമാണ് അനുമോൾ എടുത്തിട്ട് വായിലിട്ടത്. പക്ഷെ ആൾക്കാർ അവിടെ പറഞ്ഞ എന്താണ്, അതെടുത്ത് കഴിച്ചു എന്നൊരു കുറ്റമായിട്ട് പറഞ്ഞു. എങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്ന? ആ ഫുഡ് താഴെ പോവാൻ കാരണമായത് നെവിനാണ്. അത് താഴെ പോയത് കൊണ്ട് തന്നെ അത് അനുമോൾ എടുത്ത് കഴിച്ചതിനെ തെറ്റായിട്ട് പറയുന്ന സമയത്ത് ആ താഴെ വീണതെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വീണത് അനുമോൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ മണ്ടയ്ക്ക് ആ കുറ്റം ഇരിക്കില്ല ആക്ച്വലി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നാളായിട്ട് ഈ ചങ്ങാതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആക്ട് വളരെ മോശമാണ്. ഇന്നിപ്പോ മറ്റേ കിടക്കയിൽ വെള്ളം എടുത്ത് കോരി ഒഴിച്ചു. ഇതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുക? അതൊക്കെ എനിക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. സീരിയസ്ലി, ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവം പല കാര്യത്തിലോടും വിയോജിപ്പുണ്ട്. ഞാൻ അവരെ വിമർശിക്കുകയും ബ്രൂട്ടലി വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് 24 മണിക്കൂറും എനിക്ക് അവരെ വിമർശിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പുറത്തും തെണ്ടിത്തരവും ചെറ്റത്തരവും ഉണ്ടാവുന്ന സമയത്ത് ആ ചെറ്റത്തരവും ഞാൻ ചൂണ്ടിക്കാണിക്കും. ഈ ചാനലിൽ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് ആരെയും അന്ധമായിട്ട് തലയെ വെച്ചുകൊണ്ടിരിക്കണതും പ്രതീക്ഷിക്കേണ്ട, ആരെയും ഇവിടെ വിരോധം തുപ്പണതും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു വേണ്ട. ഇവിടെ ന്യൂട്രലായിട്ട് കാര്യം പറയും. എനിക്കിവിടെ നെവിന്റെ ആക്ട് തീരെ പറ്റിയിട്ടില്ല. 3 പേരെ ക്യാപ്റ്റനാക്കി വിട്ടിരിക്കുന്നത് എന്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്? അക്ബർ, നെവിൻ, ആര്യൻ. എന്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ്? തൊലിഞ്ഞ ക്യാപ്റ്റൻസി, കഴിവുകെട്ട ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയാം. വെറുപ്പിക്കല്. തലേ ദിവസം എന്താണ് ഫുഡ് കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ടെന്നേ. ആയിക്കോട്ടെ, ടാസ്ക് കൊണ്ടൊക്കെ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ കടന്ന് അവര് ന്യായീകരിച്ച് മെഴുകുന്നു. അവരുടെ ഒരു ഇത് അവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും.
ഇതേ പരിപാടി ഈ മൂന്ന് പേര് ക്യാപ്റ്റനായിട്ട് ഇവര് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി അനുമോളോ ഷാനവാസോ അനീഷോ ആണ് കാണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവന്മാരിങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പെരുമാറുക. ഇവന്മാര് ഇവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോയിട്ട് അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ലേ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ, വലിയ സംഭവമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും, 100% ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ആരും അതൊന്നും മറച്ചു വെക്കൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അക്ബറിനെയും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് മറച്ചു വെക്കൊന്നും വേണ്ട. ഇവര് കാണിച്ച അതേ ആക്ട്, കിച്ചണിൽ കാണിച്ച അതേ ആക്ട് ഇവരാണ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ ഇവര് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പെരുമാറുക. അവര് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായ? അപ്പോ ഇവരെന്തോ ഭരിക്കുകയാണ്. ഇവർക്ക് ബിഗ് ബോസ് ഹൗസാണ് ഭരിക്കണം, അവിടുത്തെ ക്യാപ്റ്റൻസ് ആണ്. അല്ലാണ്ട് ഇവിടെ ഇവരെയൊക്കെ മറ്റേ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചോറാക്കി കൊടുക്കുമല്ലോ. എജാതി ആറ്റിറ്റ്യൂഡാണ്. നെവിനൊക്കെ അടിക്കണം, അടി വെക്കണം. ഞങ്ങൾ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കും. ഇവൻ ഒന്നാമത്തെ കാര്യം, നെവിൻ ഹൂ ഇസ് ഹീ? നെവിൻ ആരാന്നാണ് നെവിന്റെ ആക്ച്വലി വിചാരം? ഓവർ ആവുന്നുണ്ട് വല്ലാതെ. നെവിന് വല്ല തെറ്റിദ്ധാരണയുണ്ടോ? മറ്റേ മറ്റേ എന്താണ് ഫാമിലി വീക്ക് ഒക്കെ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്ക് നെവിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ പുറത്തെന്തോ ഭയങ്കര സപ്പോർട്ടാ, അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താണ് പാമ്പർ ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് നെവിനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര സപ്പോർട്ട്. അക്ബറൊക്കെ വിചാരിച്ചിരിക്കുന്നതേ, ആര്യനൊക്കെ വിചാരിച്ചിരിക്കുന്നത് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സത്യത്തിൽ ഇത് ഇവർക്ക് തന്നെ ദോഷാവും. എന്ത് വെറുപ്പിക്കലായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കോർ ലെവൽ വെറുപ്പിക്കൽ. പറ്റുന്നില്ല കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഗതികേട്, മോശം മോശം മോശം. എന്നിട്ട് എന്താണ് അനുമോൾ, ഷീസ് എ ഹ്യൂമൻ ബീയിങ്. ഒക്കെ ഒരുപാട് തെറ്റുകളും കുറവുകളും അബദ്ധങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് റിമെമ്പർ അബൌട്ട് ഷീസ് ഓൾസോ എ ഹ്യൂമൻ ബീയിങ്, ഷീസ് ഓൾസോ ഹാവിങ് എ ഫാമിലി. അവർക്കും ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് എന്താണ് ബെഡ് കിടക്കാണ്ട മറ്റേ സെറ്റിയുടെ ഇടയിൽ എവിടെ എങ്ങാണ്ട പോയിട്ട് കടന്ന സമയത്തുണ്ട്. അപ്പോഴും ഇവര് മാറി നിന്നിട്ട് അവിടെ നിന്ന് പെറുപിറുക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ആര്യനും അക്ബറും കൂടിയിട്ട്. എന്നിട്ട് അക്ബർ അടിക്കണ ഡയലോഗ്, അത് കപ്പ അടിച്ചോട്ടറാ പാവല്ലടാപ്പ. എടോ കഴിവുണ്ടെങ്കിൽ അക്ബറെ, കഴിവുണ്ടെങ്കിൽ കേറി വാ, കഴിവുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കളിക്ക്, കഴിവുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വാ, കോഴിക്കോട്ടിൽ നിന്ന് ഇറങ്ങി വാ, കോഴിക്കോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് അവിടെ കളിക്ക്. ആണ് പെണ്ണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ഗട്ട്സ് ടു പ്ലേ ഇൻഡിവിജ്വലി, കം ഇൻസൈഡ് ദ നട്ട്സ്, കേറി വാ, എന്നിട്ട് കളി. അല്ലാണ്ട് മാറി നിന്ന് ഇത് കുറെ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളിക്ക്, നേരിട്ട് നേരിട്ട് ഏതും നേരിട്ട് പറയും, സംസാരിക്കും. അല്ലാണ്ട് എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കി വെച്ച് അതിന്റെ അകത്ത് ഞെളിഞ്ഞിരുന്ന് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് കടന്ന് ഇതായിക്കൊണ്ടിരിക്കണേ? അക്ബറിന് നെവിൻ ചെയ്ത പരിപാടിയെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ലേ? അക്ബർ, ഇതേ ഞാൻ ഒരു കാര്യം പറയാ, അക്ബർ ഗ്രൂപ്പ് തന്നെ കളിക്കണം. വേറെ ആൾക്കാർക്ക് വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ മാനിക്കണു. പക്ഷെ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, അക്ബർ ഗ്രൂപ്പ് തന്നെയാണ്. എത്രയൊക്കെ ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞാൽ അക്ബർ ഗ്രൂപ്പാണ്. അക്ബർ മറ്റേ കംഫർട്ട് സോണിൽ തന്നെ മേപ്പെട്ട് നോക്കിയിട്ട് സുഖമായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ. സേഫ് സോണിൽ തന്നെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന ആള് തന്നെയാണ് അക്ബർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഇതാണ് പറയാനുള്ളത്. അക്ബർ കംഫർട്ട് സോണിൽ സേഫ് ആയിട്ട് എന്താ പറയുക ഗ്രൂപ്പ് കളിക്കുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗതി പിടിക്കാത്തത്. തുറന്നു പറയാലോ, അതുകൊണ്ട് തന്നെയാണ് ഗതി പിടിക്കാത്തത്. അല്ലാണ്ട് മറ്റവർക്ക് പി ആർ ഉള്ളത് കൊണ്ട് കയറിപ്പോകുന്നു, മറ്റവർക്ക് പി ആർ ഉള്ളത് കൊണ്ട് സപ്പോർട്ട് കിട്ടുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ പി ആറുകളുണ്ട്, നാണം കെട്ടന്മാരുന്നൊന്നും പറഞ്ഞ് മെഴുകിയിട്ട് ഇവിടുത്തെ ഓഡിയൻസ് കടന്ന് കൊഞ്ഞാന്ന് പറഞ്ഞിട്ട് നാണം കെട്ട വർത്തമാനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കഴിവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ, അയാൾ പാട്ട് പാടാൻ കഴിവുള്ള ആളാണ്, ഞാൻ ആ കഴിവിനെ അംഗീകരിക്കുന്നു. അയാൾ പുറത്ത് നല്ലൊരു മനുഷ്യനായിരിക്കും, നല്ലൊരു പേഴ്സണാലിറ്റി ആയിരിക്കും, ഇതൊന്നും അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആസ് എ കണ്ടസ്റ്റന്റ്, ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്, കഴിവ് ലേശം കുറവായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടസ്റ്റന്റ്, ആസ് എ കണ്ടസ്റ്റന്റ് എന്നാണ് ഞാൻ പറയുന്നത്, വ്യക്തി ലൈഫ് അല്ല. ആസ് എ കണ്ടസ്റ്റന്റ് അതിൻ്റെ അകത്ത് ഗ്രൂപ്പിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ പോവാനേ ആ ചങ്ങാതിയെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 3 വരാൻ അർഹനല്ലാതായി പോകുന്നതും വോട്ടും ഇല്ല, ഒരു കോപ്പും ഇല്ലാതായി പോകുന്നത്. ടോപ്പ് 5 ആണെങ്കിൽ മുക്കി വരികയായിരിക്കും. അതും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. അതിന്റെ ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ, ഈ മാറി ഇരുന്നിട്ടുള്ള പണി നിർത്തിയിട്ട് കളിക്കുക. ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ട് വന്നിട്ട് എന്തോ ചെയ്തോട്ടെ, ഗ്രൂപ്പിൽ നിന്ന് വിട്ട് വന്നിട്ട് ടാർഗറ്റ് ചെയ്യാതിരിക്കേ, നേരിട്ട് നിന്ന് സംസാരിക്കുക, അത് ചെയ്തോട്ടെ. ഈ ഗ്രൂപ്പ് തന്നെയാണ് പുള്ളിക്ക് പാരയായിട്ട്. പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റാ, പൊട്ടൻഷ്യൽ ഉണ്ട്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ഒരു സാധനം ഉണ്ട്.
പക്ഷെ വരുന്നില്ല. വരാതെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഇങ്ങനെ പോവുക മൂപ്പര്. വലിയ ഗെയിമറാന്നൊക്കെ ചില ആൾക്കാർ കമന്റ് ചെയ്യുന്ന കാണാം. എന്ത് ഗെയിമാണ് കളിച്ച് ഒരു ഗെയിം ഒന്ന് പറഞ്ഞതാ. അനുമോളും ഞാൻ പറയാം, എന്റെ നിലപാട് ഞാൻ പറയാം, അനുമോള് അനീഷ് ഷാനവാസ് ഭയങ്കര ഗെയിമേഴ്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അവർ ഭയങ്കരമായ പെർഫെക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ് അല്ല എന്നാണ് എന്റെ നിലപാട്. ഇനി അക്ബർ ഗംഭീര ഗെയിമറാണ് എന്ന് പറയുന്നവരോട് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, എന്നാണ് പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പറയൂ. എനിക്ക് പുള്ളിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ, ഇഷ്ടമാണ്. പക്ഷെ ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് പുള്ളി ഉപയോഗിക്കുന്നൊന്നുമില്ല. അത് ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചങ്ങാതി. എനിക്ക് അതാ ദേഷ്യം വരുന്നത്. എനിക്ക് അക്ബറിനോട് ദേഷ്യം വരില്ല. അക്ബർ ഇങ്ങനെ ആ പൊട്ടൻഷ്യൽ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ ഓപ്പർച്യൂണിറ്റിയെ നശിപ്പിക്കുന്ന ഒരു ദേഷ്യമാണ് എനിക്ക് പുള്ളിയോട് തോന്നുന്നത്. കാരണം പുള്ളിയോടല്ല. ഇപ്പൊ ഇവര് 3 പേര് ക്യാപ്റ്റനായി നെവിന്റെ താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയല്ലേ അക്ബർ. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? എടോ, നിങ്ങള് അനുമോളെ നിങ്ങൾ എതിർത്ത് പറഞ്ഞോ? ഒരു കുഴപ്പമില്ല, ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, എതിർത്ത് പറഞ്ഞോ. പക്ഷെ ഇപ്പുറത്ത് ഇവരുടെ എല്ലാ പരിപാടികളെ അങ്ങോട്ട് മറച്ചുകൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഉള്ള കാര്യം അങ്ങ് പറയണം. അക്ബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇവര് പെട്ടുപോയില്ലേ? നെവിനെ പണക്കാൻ വയ്യ, ആര്യന്റെ അടുത്ത് ഡയറക്റ്റ്ലി ഒരു ഭയങ്കരമായ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വയ്യ. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പും വേണം, ആ കംഫർട്ട് സോൺ വേണം. അതിന്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെ ഇങ്ങനെ മൂലയിലായി പോയ അവസ്ഥയല്ലേ ആക്ച്വലി കാണുന്നത് അക്ബറിന്റെ കേസിൽ. ശരിക്കും നെവിൻ ചെയ്ത ആ ആക്ടിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അക്ബറിനെ വിമർശിക്കാമായിരുന്നു. അത് ചെയ്ത് ഓവറായി പോയി. അതൊരു നിലപാടാ. അക്ബർ എന്താ പേടിക്കണേ നെവിന്റെ വെളി സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ? അല്ലെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? എന്താണ് മുമ്പോട്ട് വരാൻ ഒരു എന്തൊക്കെ പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി ഗെയിം, ഇൻഡിവിജ്വൽ ഗെയിം എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. അത് അക്ബറിന് ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് വോട്ടില്ലാത്തത്. അയാൾക്ക് വോട്ടില്ലാത്തതിന്റെ പേരിൽ ഇവിടെ ഇവര് PR കളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മോഡേൺ ന്യായീകരണം പറഞ്ഞ് മെഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ? വോട്ട് വരണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ എന്തെങ്കിലും രീതിയിൽ കളിച്ച് പൊങ്ങി വരണം, ഇമ്പാക്ട് ഉണ്ടാക്കണം. അല്ലാതെ തണലിൽ എന്ന് കളിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും വന്ന് വോട്ട് ചെയ്തിട്ട് വിന്നർ ആക്കൂല, ടോപ്പ് 3യും വരാൻ വേണ്ടി പോണില്ല. ഞാൻ പച്ചയ്ക്ക് പറയൂട്ടോ ഉള്ള കാര്യം. പിന്നെ എനിക്ക് ഷുഗർ കോട്ട് ചെയ്ത് പറയാനൊന്നും അറിയില്ല. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുമ്പോ പറയും. എനിക്ക് സത്യത്തിൽ അക്ബറിനെ കണ്ട് കഷ്ടം തോന്നിപ്പോയി. ഈ ക്യാപ്റ്റൻസിന്റെ ഇടയിൽ വോയിസ് ഉണ്ടോ? ഇല്ല. നെവിൻ ഈസ് റൂളിംഗ് ദ ക്യാപ്റ്റൻസി കംപ്ലീറ്റ്ലി. ഈവൻ ആര്യന്റെ കാര്യം പറയുകയാണെങ്കിൽ ആര്യന് ഉള്ളിന്റെ ഉള്ളില് എന്തപ്പാ മറ്റേ കറിയുടെ കേസിൽ അന്ന് ഉപ്പേരി 2 വെക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ, അവിടെ നെവിൻ എതിർക്കുന്ന സമയത്ത് നെവിന്റെ മേളിലേക്ക് ആര്യനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു അഭിപ്രായം ഉണ്ടാവണ്ടേന്നേ. ഒരു മനുഷ്യനായി കഴിഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആവുന്ന സമയത്തൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവണ്ടേ? ഒരാളുടെ മേളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറ്റണ്ടേ? അല്ലാതെ അതാണ് ഒരു കംഫർട്ട് സോൺ ആൻഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയും. അതിനങ്ങനെ തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ എങ്ങനെയാ അതിന്റെ പറയേ? ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇവറ്റകൾ ഗതി പിടിക്കാത്ത അതിന്റെ അകത്ത്. മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്തായാലും നല്ല തൊലിഞ്ഞ ക്യാപ്റ്റൻസി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എനിക്ക്. അനുമോൾ ഇവിടെ വിന്നറായി കഴിഞ്ഞാലും PR വിന്നറാക്കി എന്ന് പറയാൻ പറ്റില്ല. അനീഷ് വിന്നറായി കഴിഞ്ഞാൽ ഇവിടെ PR വിന്നറാക്കി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒന്ന് നോക്കൂ, ശരിയോ തെറ്റോ അവരുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ആൾക്കാർ അവരെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളും പറയുന്ന ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ദേ മേഡ് സം കണ്ടന്റ്. വാട്ട് അബൌട്ട് ദീസ് ഗൈസ്? നത്തിങ് ഫ്രം their സൈഡ്. ഓൺലി ഗ്രൂപ്പിസം ആൻഡ് ടാർഗറ്റിംഗ് സം അതർ കണ്ടസ്റ്റൻസ്. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് കണ്ടന്റ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് വരണ ഉണ്ടാക്കൊന്നുമില്ല. അപ്പൊ അതാ പറയണത്, ഈ അതായത് എക്സാമിന് പൊട്ടിയതിനെ പെണ്ണിനെ കുറ്റം പറയുക എന്ന് പറയുന്നതിന് തുല്യമാണ് അനുമോളോ അനീഷോ ഒക്കെ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് PR കൊണ്ട് വിജയിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ ഇവർക്ക് കഴിവില്ലാത്തോണ്ടല്ല, പൊങ്ങി വരാത്തോണ്ടല്ല, അല്ലേ? ഇപ്പൊ ന്യായീകരണങ്ങളൊന്നും വരരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. ഇവിടെ ഞാൻ തുറന്നു പറയാ, ഞാൻ അനീഷിന്റെ അന്ധമായ ഫാനൊന്നുമല്ല. പക്ഷെ അയാൾ കപ്പടിച്ചാൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് ഇഷ്ടമുള്ള കണ്ടോ ഓപ്പണായി പറയാം. ദിസ് ഈസ് മൈ നിലപാട്.
അയാൾക്ക് എന്തുകൊണ്ട് ഇവിടെ വോട്ട് കിട്ടുന്നു, എന്തുകൊണ്ട് സപ്പോർട്ട് കിട്ടുന്നു? ബിക്കോസ് ശ്രദ്ധിച്ചാറിയ അയാൾ അതിൻ്റെ അകത്ത് ആരോടും ഒരു ഫേവറിറ്റിസം കാണിച്ചിട്ടില്ല. അനുമോളോടായിക്കോട്ടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അനീഷ് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസനോടായിക്കോട്ടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അക്ബറിനോടായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട്, നെവിനോടായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട്, ആര്യനോടായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട്, നൂറയോടായിക്കോട്ടെ ആദിലോടായിക്കോട്ടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അയാള്. അതേപോലെ തന്നെ അവരുടെയൊക്കെ ഭാഗത്ത് എന്തെങ്കിലും വിഷയത്തിൽ ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. ഇന്ന് അനുമോൾ നെവിൻ വിഷയം വന്ന സമയത്ത് ആകെ ആ വിഷയത്തിൽ ന്യായമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടത് ആരാ? അനീഷും ഷാനവാസുമാണ്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഗസ്റ്ററാണ്. പുറത്തുനിന്നാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും ഒരു ഇഷ്ടം തോന്നാനും ഒക്കെ ഒരു കാര്യം ഉണ്ടാവുകയാണ്, കാരണം ഉണ്ടാവുകയാണ് അവിടെ അനീഷിനൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അയാൾക്കൊക്കെ അവിടെ വോട്ട് കിട്ടുന്നത്. അപ്പൊ ഞഞ്ഞാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയാൾക്ക് വോട്ട് കിട്ടി മുമ്പോട്ട് പോകുന്ന സമയത്ത് കഴിവ് കൊണ്ട് തന്നെ ഇല്ല എന്ന് പറയരുത്. ഐ എം നോട്ട് സെയിങ് ദേ ആർ ഓൾ പെർഫെക്റ്റ് പീപ്പിൾ. അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ഒരുപാട് ഫോൾട്ടുകൾ അവരുടെ ഭാഗത്തുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പുറത്തു നിന്നുള്ള ആൾക്കാർ അവരുടെ മേളിലേക്ക് സാധനം വെക്കാത്ത കൊണ്ടാണ് താഴേക്ക് പോകുന്നത്. അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 വരാൻ വേണ്ടിയിട്ട് സാധിക്കണം. നെവിനോ ആര്യനോ എന്താ പറയാ അക്ബറിനോ ഒക്കെ. ഫോർത്ത് സീസണില് റിയാസ് തേർഡ് വന്നു, 5th സീസണിൽ ജുനൈസ് തേർഡ് വന്നു. ടോപ്പ് 3 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആണ്. അപ്പൊ അവര് തേർഡ് വന്നത് എന്തുകൊണ്ടാ? ദേ ഹാഡ് ദെയർ ഓൺ ഇൻഡിവിജ്വൽ ഗെയിം. അവരുടേതായ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ, ബട്ട് ഇൻഡിവിജ്വൽ ആയിട്ടൊരു സാധനം ആക്ച്വലി അവര് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ. ഇവിടെ എന്തുകൊണ്ട് ഇവര് മൂന്നാമത് ടോപ്പ് 3 പോലും വരാൻ സാധ്യതയില്ലാത്ത? ബിക്കോസ് തൊലിഞ്ഞൊരു ഗ്രൂപ്പിസോ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ് പോക്കും കാരണം തന്നെയാ. ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചോട്ട് എന്താ കാര്യമുള്ളത്? കളിക്കുമ്പോ എല്ലാവരുടെ അടുത്തും കളിക്കണം, നിലപാട് എല്ലാവരുടെ അടുത്തും പറയണം, അഭിപ്രായം എല്ലാവരുടെ അടുത്തും പറയണം, എല്ലാവരുടെ അഗെയിൻസ്റ്റും പോകാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലാതെ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾക്കും പുച്ഛേ തോന്നുള്ളൂ. ഇപ്പൊ അക്ബറിന്റെ കേസിൽ അവിടെ ഇങ്ങനെ ഇരിക്കണു ബീം ബാഗില്. അക്ബർ എന്ത് മൈൻഡ് ഗെയിമാണെന്ന് പറയണത്? എന്താ മൈൻഡ് ഗെയിം? അവിടെ വെറുതെ ഇരിക്കുക മൈൻഡ് ഗെയിം. അതെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ചത്തെ എപ്പിസോഡില് ഇതിലൊക്കെ വിചാരിച്ചിരിക്കുന്നത് അക്ബറിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, നെവിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, അനുമോൾക്കാണെങ്കിൽ ഊക്കുമാണ് കിട്ടുന്നത്. അപ്പൊ അനുമോൾ പുറത്ത് ഹെയ്റ്റ് ആയിരിക്കും വിചാരിച്ചോണ്ടായിരിക്കും വളരെ കോൺഫിഡൻസിൽ കയറി അങ്ങ് പോണത്. ഇതാണ് ജഡ്ജ്മെന്റിൽ തെറ്റിപ്പോകുന്നത്. നമ്മള് ശനി ഞായർ എപ്പിസോഡ് കണ്ടിട്ട് എപ്പിസോഡ് വരുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് അതിൽ മാനിപ്പുലേറ്റ് ആയി പോകാൻ വേണ്ടി പാടില്ല, അതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് പോകാൻ വേണ്ടി പാടില്ല. കുറെയൊക്കെ അത് ബുദ്ധിപരമായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം എന്താണ് സാധനം എന്നുള്ളത്. അപ്പൊ ആ ജഡ്ജ്മെന്റ് തെറ്റുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പൊ ഓവർ കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും കൂടി അവർക്കെതിരെ അങ്ങ് തിരിഞ്ഞ് മനുഷ്യപ്പറ്റില്ലാത്ത ലെവലിൽ അങ്ങ് പെരുമാറുന്ന ലെവലിലേക്ക് ആയി. അവസാനം ഇവര് തന്നെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കണേ ഈ ക്യാപ്റ്റൻസ് എന്നും പറഞ്ഞോണ്ട്. ഭൂലോക ദുരന്തം ക്യാപ്റ്റൻസി. ശരി എന്നാ.